എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കോട്ടയത്താണുള്ളത്. വളരെയധികം സന്തോഷം, നമ്മുടെ ജന്മനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ക്ഷണം ലഭിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇന്നലെ ആംബിയർ സ്കൂട്ടേഴ്സിൻ്റെ പുതിയ ഡീലർഷിപ്പ് കോട്ടയത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഗീവേ എന്ന് പറയുന്ന ഡീലർഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷനൊക്കെ ഇന്നലെ ആയിരുന്നു. ഇനാഗുറേഷന് വേണ്ടിയാണ് ഇവിടെ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ പുതിയ 2 വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനും കൂടെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഈ ഗീവേ എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ മണിപ്പുഴയാണ്. മണിപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടയം ടൗണിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. അതായത് നമ്മുടെ കോടിമത തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. കൊല്ലാട് പുതുപ്പള്ളി ബൈപ്പാസിന് സൈഡിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഷോറൂം. അപ്പോൾ അവിടെ ഓൾറെഡി കുറേ വാഹനങ്ങൾ സ്റ്റോക്കുകളിൽ ഇരിപ്പുണ്ട്. അപ്പം ഏറ്റവും പുതിയ, അതായത് നമ്മുടെ ഈ ഒരു ആംബിയർ സ്കൂട്ടേഴ്സിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന മാഗ്നസ് EX എന്ന് പറഞ്ഞൊരു മോഡൽ നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിയോ എന്ന് പറഞ്ഞൊരു വേർഷൻ വന്നിട്ടുണ്ട്. ആ വേർഷൻ ഒന്ന് കാണാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ആംബിയറിൻ്റെ നെക്സസിൻ്റെ ഒരു മോഡൽ, നെക്സസ് ST ഉണ്ട്, അതിൽ EX ഉണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനം നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഫോളോ ചെയ്യുക. സോ അഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. ഇലക്ട്രിക് സ്കൂട്ടറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നിന്ന് ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് ബ്രാൻഡാണെന്ന് ചിന്തിക്കുന്നതിനെക്കുറിച്ച്, ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയർ എന്ന് പറയുന്ന സ്കൂട്ടേഴ്സാണ്. അപ്പം ആംബിയർ എന്നുള്ള പേര് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, ഷോറൂംസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പരിശോധിക്കാം. ആക്ച്വലി ഇതിൻ്റെ ഒരു ബേസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഗ്രീവ്സ് ആണ്. അപ്പോൾ ഗ്രീവ്സ് കോട്ടൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതിൻ്റെ മദർ കമ്പനി. 1859 ആ ഒരു കാലഘട്ടങ്ങളിൽ തുടങ്ങി, ഏകദേശം 130 വർഷങ്ങൾക്ക് മുമ്പ് പൈതൃകമുള്ളൊരു കമ്പനിയാണ്. അവർ ശരിക്കും ഓട്ടോമൊബൈൽ പാർട്സൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് ആംബിയർ എന്ന് പറയുന്ന കോയമ്പത്തൂരിലുള്ള ഒരു ബ്രാൻഡിനെ ഇങ്ങനെ അക്യൂർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം കോട്ടൺ, ഈ പറയുന്ന ഗ്രീവ്സ് കോട്ടൺ അണ്ടറിലാണ് ആംബിയർ വന്നിരിക്കുന്നത്. ഇലക്ട്രിക് മൊബിലിറ്റി, ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി എന്ന് പറഞ്ഞ പേരിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമുക്കിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഈ വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. അപ്പം ഇതാണ് ഇവരുടെ ഒരു പൈതൃകം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 സ്കൂട്ടറുകൾ, ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പേര് ആംബിയർ തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ദ 5 ടോപ്പ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഓല, ഈദർ, അതുപോലെ തന്നെ നമുക്ക് ആംബിയർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ TVS iQube, ഇങ്ങനെ കുറച്ച് സിഗ്നേച്ചർ ആയിട്ടുള്ള കുറേ വാഹനങ്ങളാണുള്ളത്. ഇത് പാൻ ഇന്ത്യയിലുള്ള ഒരു ബ്രാൻഡാണ്. അതായത് നമുക്ക് ഈ ലോക്കലി മാത്രമുള്ളതല്ല, നമുക്ക് ഓൾ ഇന്ത്യയിലുള്ളതാണ്. ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ആംബിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് മാഗ്നസിൻ്റെ നിയോ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ സ്കൂട്ടറാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് ഒരു ബാറ്ററി ലിഥിയം ആനിൽ നിന്ന് മറ്റേ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ലൈഫ്, കൂടുതലായിട്ടുള്ള റേഞ്ച് കിട്ടാൻ പാകത്തിലാണ് ഈ വാഹനത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നിലവിൽ ഇതിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ 118 കിലോമീറ്റേഴ്സാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ ഒരു 80 to 90 കിലോമീറ്റേഴ്സാണ് വരുന്നത്. പിന്നെ ഇതൊരു എൻട്രി ലെവലായിട്ട് വരുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഓൺ റോഡ് നമുക്കൊരു 90,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടൊക്കെ ഉള്ള ബ്രാൻഡുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനെ പ്രധാനമായിട്ടും ആക്റ്റീവ കില്ലർ എന്നാണ് പറയുന്നത്. കാരണം ആക്റ്റീവയുടെ EV ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ് 90,000 റുപ്പീസിന് ഏകദേശം ഒരു 70, 80, 90 കിലോമീറ്ററൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ വാഹനം കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ലുക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിന് പ്രധാനമായിട്ടും ഒരു ഫൈബർ ബോഡിയാണ് കേട്ടോ. കൂടുതലായിട്ടും മെറ്റൽ ബോഡിയേക്കാളും ഇതൊരു ഫൈബർ ബോഡിയാണ്. കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. 108 കിലോഗ്രാമാണ് വാഹനത്തിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് നമുക്കൊരു ഹെഡ് ലാംപ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് LED ആയിട്ട് വരുന്ന ഒരു ഹെഡ് ലാംപ്സ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട് ഫേസ് നമ്മൾ നിലവിൽ കാണുന്ന കുറച്ച് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് സ്കൂട്ടറുകളോട് സാമ്യമുള്ള ഒരു ഫ്രണ്ട് ഫേസ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു വിചിത്രമായിട്ടുള്ളൊരു ഫേസ് ഒന്നുമല്ല. അപ്പോൾ ആംബിയറിൻ്റെ ലോഗോ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതൊരു അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ 2 വശത്തായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രണ്ട് ഫേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കിൽ ഇങ്ങനെയാണ് പറയാനുള്ളത്. നമ്മൾ ഈ ടയേഴ്സിലേക്ക് വന്നാൽ 12 ഇഞ്ച് വരുന്ന ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 130 മില്ലിമീറ്ററിൻ്റെ വീൽ ഡിസ്കുകൾ നമുക്കിവിടെ കാണാനായിട്ട്, നമുക്ക് ഡിസ്കുകളല്ല, ഇതിനകത്ത് നമുക്ക് വരുന്ന ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡ്രം ബ്രേക്ക് സെറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ടെലസ്കോപ്പിക് ആയിട്ട് വരുന്ന സസ്പെൻഷനാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ സ്റ്റിക്കർ വർക്കാണ്. ലിഥിയം LI 2.3 കിലോവാട്ട്
ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ലിഥിയം LPF ബാറ്ററിയാണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ്. ആംബിയർ എന്ന റൈറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് ബാക്കിയുള്ള പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വരും. ഇതിനകത്ത് കുറേ ഇൻഡിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് വശത്തും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഹെഡ്ലൈൻസിൻ്റെ ഒരു സ്വിച്ച് വരുന്നത്. ഇത് ഹൈ ലോ ഇങ്ങനെ രണ്ട് മോഡിൽ നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കേണ്ടത് നമുക്ക് സാധിക്കും. തൊട്ടതായിട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ അതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് എന്നുള്ള രീതിയിലുള്ള സ്വിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു വശത്തേക്ക് വരികയാണെങ്കിൽ ലൈറ്റ്സിൻ്റെ ഡിമ്മും ബ്രൈറ്റും ആണ് അവിടെ വരുന്നത്. അല്ല ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച്, അതുപോലെ ഹോൺ, അതുപോലെ ഒരു റിവേഴ്സിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് വാഹനം നമുക്ക് റിവേഴ്സ് നമുക്കൊരു 3 കിലോമീറ്റർ വേഗത്തിൽ നമുക്ക് റിവേഴ്സ് എടുക്കാനും നമുക്ക് സാധിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂട്ടിലിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളുടെ കീ അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹുക്കിനകത്ത് നമുക്ക് എന്തെങ്കിലും നമ്മൾ പഴമോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അത് തൂക്കിയിടാനുള്ളൊരു സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു ലഗ് ഏരിയ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. സീറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സീറ്റിനടിയിലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളി ഒരു സംഭവമായിട്ട് തോന്നി. രാത്രിയൊക്കെ എന്താണ് ഇതിനകത്തുള്ളത് നമുക്ക് നോക്കാം. ചാർജേഴ്സും കാര്യങ്ങളൊക്കെയാണ്. 7.5 ആംബിയറിൻ്റെ ഒരു ചാർജറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അതുപോലെ നമ്മൾ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീതിയുള്ള സീറ്റ്സാണ്. അതായത് നമുക്ക് ഒരു യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് പൊതുവെ കുറവാണ്. ഇതുണ്ട്, ഇത് അലൂമിനിയത്തിൽ വന്നിരിക്കുന്ന ഒരു ഈ പറയുന്ന ഒരു ഗാർഡാണ്. അത് കുറച്ച് നല്ല രസമുണ്ട്. മെറ്റാലിക് ആയിട്ട് വന്നിരിക്കുന്ന ഗാർഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡാണ്. ഏറ്റവും ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടെയിലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഭംഗിയുള്ള ഒരു ടെയിലൈറ്റ്സ് ആണ്. കാരണം വെച്ചാൽ ഷേപ്പിന് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വരുന്ന സമയത്ത് LED അല്ല, സാധാരണ നമ്മുടെ ബൾബൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പ്രൊഫൈലിന് പറയാനുള്ളത്. ഇനി താഴോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഹബ് മോട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത്യാവശ്യം വലിയ ഹബ് മോട്ടറാണ്. അപ്പം ഈ ഒരു ടയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 90/90/12 ആണ് അതിൻ്റെ പ്രൊഫൈൽ വരുന്നത്. അപ്പം ഈ ഒരു ഹബ് മോട്ടറിൻ്റെ പവറും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ 1.5 കിലോവാട്ടാണ് വരുന്നത്. പീക്കായിട്ട് നമുക്ക് 2.4 കിലോവാട്ട് വരെ നമുക്ക് ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഈ വാഹനത്തിൻ്റെ ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആംബിയറിൻ്റെ ഒരു മാഗ്നസ് നിയോയുടെ ഒരു പ്രത്യേകത കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ കിട്ടാവുന്ന മികച്ചൊരു വെഹിക്കിളാണ്. പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് ആർക്കും ഇല്ലാത്ത ഈ ഒരു ബാറ്ററി തന്നെയാണ്. ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തെക്കാളും ഒരു 20% ബോഡിയുടെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ IoT എനേബിൾഡ് ആണ്. വാഹനം നമുക്ക് ലൈവ് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടോ ഹൈവേ അസിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സുരക്ഷാ ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഇവർ പൊതുവെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു 4-5 മണിക്കൂർ നമുക്ക് വാഹനം നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ മികച്ചൊരു വാഹനമായിട്ട് മാറാൻ പോകുന്നൊരു വാഹനമാണ്. നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ പറയുന്ന പോലെ സർവീസ് സെൻറ്ററുകൾ ഇപ്പോൾ കേരളത്തിലൊക്കെയാണ്. ഇത് പാൻ ഇന്ത്യ ഉള്ളൊരു ബ്രാൻഡാണ്. കേരളത്തിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് 10ന് മുകളിൽ മിക്ക ജില്ലകളിലും തന്നെ ഇതിൻ്റെ സർവീസ് സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വാഹനത്തിന് പൊതുവായിട്ടുള്ള ലുക്കും ഈ ഒരു വിലയ്ക്ക് ഇത് മുതലാവുമെന്നൊക്കെ ഉള്ളത് താഴെ ഒന്ന് പറഞ്ഞേക്കണേ. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ മോഡലാണ് ഇവർ സിഗ്നേച്ചർ ആയിട്ടുള്ള മോഡൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് ഒരു വാഹനത്തിൻ്റെ മനോഹാരിത മനസ്സിലാവുള്ളൂ. നമ്മുടെ രാജ്യം കഴിഞ്ഞ വർഷം ഇത് ഏറ്റവും മികച്ച ഇലക്ട്രിക് സ്കൂട്ടർ, അതായത് ഹൈ പെർഫോമൻസ് ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് തിരഞ്ഞെടുത്തൊരു വാഹനമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു നെക്സസ് എന്ന് പറയുന്ന മോഡൽ. അപ്പം നെക്സസിൻ്റെ ST എന്ന് പറയുന്ന മോഡലുണ്ട്. അതിൻ്റെ EX എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. EX എന്ന് പറയുമ്പോൾ ST-യേക്കാളും ഈ പറയുന്ന ഇതിലൊരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയുടെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പം അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങളോട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഡയമണ്ട് കട്ടായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആയിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. LED ആയിട്ടാണ് വന്നിരിക്കുന്നത്. നീറ്റായിട്ട് ആംബിയർ എന്നുള്ള റൈറ്റിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ടെക്സ്റ്റേഴ്സും കാര്യങ്ങളും. അത് സാധാരണ ബ്ലാക്ക് അല്ല, കുറച്ചുകൂടെ നല്ല ഒരു ലസ്ട്രസ് ആയിട്ടുള്ള ഒരു ബ്ലാക്കാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടിപൊളി ഒരു ബ്ലൂ കളർ ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നട്ടോ ഒരു ബോൾട്ടോ നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം അത്രയും സീംലെസ് ആയിട്ട് ഉള്ള ഒരു ഡിസൈനിലാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത്.
അപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ കേട്ടുകളും കർവുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. ഈവൻ മഗ്ഗഡ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇത് ഇവരുടെ കുറച്ചുകൂടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്തുള്ള ഫീച്ചേഴ്സും അത്ര റിച്ച് ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് ഡിസ്ക് ബ്രേക്കുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അലോയാണ് ഇതിൻ്റെ ഒരു വീലായിട്ട് വന്നിരിക്കുന്നത്. അതും ഭയങ്കര രസമാണ്, നല്ല പാറ്റേണായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് പൊതുവെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സൈഡിലേക്ക് വരുമ്പോഴും നല്ല സീംലെസ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയും ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ആ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതും ബ്യൂട്ടിഫുൾ ആണ്. ഇനി അടുത്തായിട്ട് ഒരു കാര്യം കാണിക്കാം, ഫ്രണ്ട് പറയുമ്പോൾ പറയേണ്ടതായിരുന്നു. നമ്മളിപ്പോൾ ഒരു ലോ ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമുക്കൊരു ഫിൻ ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും ആ ഫിൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് കയറി വാഹനത്തിനകത്തോടെ കയറി പുറത്തേക്ക് ഔട്ടിലേക്ക് പോകുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ പുറത്തേക്ക് കാറ്റ് പോകുന്ന ഏരിയ ആണ്. ഫ്രണ്ടിൽ കൂടെ കയറി അകത്തോടെ വാഹനത്തിനകത്തോടെ കാറ്റ് സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി അതുപോലെ അനുബന്ധ ഘടകങ്ങൾ ചൂടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നല്ല ഡിസൈൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും നോക്കാം. ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ കാണാം. അലുമിനിയം ആയിട്ടാണ് ഗ്രാബ് ഹാൻഡിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സസ് EX എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ബാഡ്ജിങ് ഇവിടെയാണ് കാണുന്നത്. ബാക്കിലെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ഒരു ആർട്ടിക് ടോൺ ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ലൈറ്റ്സ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ തൊട്ട് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു മഡ്ഗാർഡ് ഏരിയ ഒക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു സ്കൂട്ടറിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് സാധാരണ ഹബ് മോട്ടറുകൾ പലർക്കും ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു വാഹനം മിഡ് മൗണ്ട് ആയിട്ട് വരുന്നൊരു മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ബെൽറ്റ് ഡ്രൈവ് ആയിട്ടാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടർ തന്നെയാണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 93 കിലോമീറ്ററാണ്. അതായത് 93 കിലോമീറ്റർ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് 137 കിലോമീറ്ററാണ്. റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഒരു 115 കിലോമീറ്റേഴ്സാണ് കമ്പനി കിട്ടുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസൈൻ വൈസ് ഒക്കെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു എയറോഡൈനാമിക്കുള്ള ഡിസൈനൊക്കെ പേറ്റൻറ്റഡ് ആയിട്ട് വരുന്ന ഡിസൈനുകളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സിങ്ങാമിനെ കുറിച്ച് പറഞ്ഞാൽ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന സിങ്ങാമാണ്. അതും പാറ്റൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. മൾട്ടി പാറ്റൻറ്റുകളാണ് ആ ഒരു സിങ്ങാമിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ടോട്ടലി എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. ബാറ്ററിയെക്കുറിച്ച് വരുമ്പോൾ ഈ വാഹനത്തിനകത്ത് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ആയിട്ട് വരുന്ന ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇതിന് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സൈക്കിളാണ്. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനം ചാർജ് ചെയ്യാൻ, അതായത് ഈ സെഗ്മെൻറ്റുള്ള ഏത് വാഹനത്തെക്കാളും വളരെ ഫാസ്റ്ററായിട്ട് ഈ വാഹനം നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലൈറ്റിംഗ് പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് എടുത്ത് പറയേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളിലേക്ക് വരും. ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഒരു 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് സെൻസ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. മൾട്ടി കളറാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വളരെ കളർഫുള്ളായിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റേറ്റ് ഓഫ് SOC, സ്റ്റേറ്റ് ഓഫ് ചാർജുകളും അല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഓഡോമീറ്ററും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ്. അതായത് വെയിലത്ത് സമയത്ത് കൂടുതൽ ബ്രൈറ്റ് ആയിരിക്കും, രാത്രി ആകുമ്പോഴത്തേനും നമുക്ക് ഒരു ബ്രൈറ്റ്നസ് കുറഞ്ഞ രീതിയിലാണ് ആ ഒരു സംവിധാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്വിച്ചസ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നീറ്റ്ലി അറേഞ്ച്ഡാണ്. ഇത് കണ്ടോ, ചുമ്മാ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്വിച്ചസ് അല്ല, ഇതിനകത്ത് കറക്റ്റായിട്ട് നിൽക്കുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ലൈറ്റിൻ്റെയും ഹോണിൻ്റെയും റിവേഴ്സിൻ്റെയും ഒക്കെ ഹസാർഡിൻ്റെ സ്വിച്ചസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇഗ്നിഷൻ്റെയും അതുപോലെ തന്നെ മോഡുകളുടെ നമുക്ക് ഏകദേശം ഈ ഒരു വാഹനത്തിനകത്ത് ഏകദേശം നമുക്ക് 5 മോഡുകൾ, പാർക്കിംഗ് മോഡ് ഉൾപ്പെടെ 5 മോഡുകൾ ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സംവിധാനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഫോണുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ വാഹനത്തിൻ്റെ താക്കോലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ, നമുക്ക് അകത്തേക്ക് വേണമെങ്കിൽ തള്ളി വയ്ക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ആ ക്ലിപ്പുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു വശത്തായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. സീറ്റൊന്നും പൊക്കി നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ നീറ്റായിട്ട് വരുന്ന പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതിയേറിയ സീറ്റുകൾ കേട്ടോ, ഇഷ്ടം പോലെ സ്പേസ് ആണ്. അപ്പോൾ 2 പാറ്റേണിലാണ് ഒരു സീറ്റ്സ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ വേറൊരു ടെക്സ്ചറും ഇവിടെ വേറൊരു ടെക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം
ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ഏരിയ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റോറേജ് സ്പേസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതാണ് നമ്മളിത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫേസ് ആയിട്ട് വരുന്ന ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചാർജേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 2-3 hours കൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനം കിടിലായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആംബിയർ നെക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയൊരു വാഹനമാണ്. അപ്പോൾ എന്തൊക്കെ റെക്കോർഡ്സ് ആണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റ ട്രിപ്പിന് ഒരു യാത്രയിൽ ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ സിറ്റികളും കയറി ഇറങ്ങി ഏകദേശം 10,000 കിലോമീറ്റേഴ്സോളം യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം 110ഓളം ഇന്ത്യയിലെ സിറ്റികൾ സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റെക്കോർഡ് ഇതിന് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത് ഏകദേശം 2000 കിലോയോളം വെയിറ്റ് ഉള്ള ഒരു ട്രക്ക്, അതായത് 1860 കിലോ പ്ലസ് 140 കിലോ 2 പേര് അത്രയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇത് 2 കിലോമീറ്റർ വലിച്ചുകൊണ്ട് ഈ ഒരു സ്കൂട്ടർ പോയി എന്നുള്ളതാണ്. അത്രയും പെർഫോമൻസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിനൊരു റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഈ മാഗ്നസിൻ്റെ ലോഗോ ആകാശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ലോഗോ ഇത് ഈ ഒരു വാഹനം കൊണ്ട് ഓടിച്ച് വൈറ്റ് സാൻഡിൽ വരച്ചു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്ര റെക്കോർഡ്സ് ഈ വാഹനത്തിനകത്തുണ്ട്. ഇത് കൂടാതെ തന്നെ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഈ പെർഫോമൻസ് ആയിട്ടുള്ള ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് ഇതിനെ തിരഞ്ഞെടുക്കപ്പെട്ടാണ് ശ്രീ നിതിൻ ഗഡ്കരിയാണ് ആ അവാർഡ് അല്ലെങ്കിൽ ആ റെക്കോർഡ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും ഡിസൈൻ വൈസും ഈ പറയുന്ന യൂട്ടിലിറ്റി കൊണ്ടൊക്കെ മികച്ചൊരു വാഹനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 10 ഈ പറയുന്ന പോലെ, അതായത് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കണക്കെടുത്ത ടോപ്പ് 10 ആയിട്ട് വരുന്ന ബ്രാൻഡുകൾ ശരിക്കും ആംബിയർ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇത് ഇവരുടെ ബ്രോഷർ വായിച്ച് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും, അതായത് നമ്മൾ ഈ പാൻ ഇന്ത്യയിൽ ഈ വാഹനം വിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടും അത്രയും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പം അത്രയും അവാർഡഡ് ആയിട്ട് വരുന്ന ഡിസൈനുള്ള ഒരു വാഹനമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ 7.7 ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സെൻ കണക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, Next.io എന്ന് പറയുന്ന ഈ ഒരു OS ആണ് വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്നത്. അതിന് ഭയങ്കര ബൂട്ടിംഗ് ടൈം വളരെ കുറവാണ്. അതായത് നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ബൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ്. പിന്നെ ഇത് ഓടിക്കാൻ ഒരു രജിസ്ട്രേഷൻ ഉള്ള വണ്ടി അല്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഓടിച്ച് കാണിക്കാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇതിൻ്റെ വാറൻറ്റി ഫിഗേഴ്സ് ഞാൻ പറഞ്ഞില്ലെന്നു. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാൻഡേർഡ് വാറൻറ്റി, വെഹിക്കിളിന് വാറൻറ്റി 3 വർഷവും 30,000 കിലോമീറ്ററാണ്. നമുക്കത് 5 വർഷവും 50,000 കിലോമീറ്റേഴ്സ് നമുക്ക് വാറൻറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ബാറ്ററിയുടെ കേസിൽ ഈ 2 വാഹനങ്ങളിനകത്ത് LPF ബാറ്ററിയാണ്, LFP ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്, ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി. അപ്പം ആ ഒരു ബാറ്ററിയുടെ ഒരു വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 കിലോമീറ്ററാണ്, 5 years ആണ് വാറൻറ്റി പറയുന്നത്. അപ്പോൾ ഇത്രയും ഫിഗേഴ്സൊക്കെ നമുക്ക് കിട്ടും. നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ ജില്ലകളിലും സർവീസ് ഉണ്ട്. കോട്ടയത്തുള്ളവർ നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററുകളിലേക്ക് വരിക. അപ്പോൾ ഇനി നമ്മളിനി സംസാരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളിനി അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്ന ഈ ഷോറൂമിൻ്റെ ഈ ഒരു ഓണറോടാണ്. ഡിറ്റോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ കോട്ടയത്തുള്ള ഡീലറെ നമുക്ക് പരിചയപ്പെടാം. ഗീവേ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ആയിരുന്നല്ലോ ഇവരുടെ ലോഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഡിറ്റോ ഭായാണ്. നമസ്കാരം. ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻസ്. അപ്പം ഈ ഒരു ആംബിയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീലറാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നൊരു ബ്രാൻഡാണോ? തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. കാരണം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു 3.5 വർഷമായിട്ട് ചങ്ങനാശ്ശേരിയിൽ ആംബിയറിൻ്റെ സബ് ഡീലറായിട്ട് ഞാൻ പ്രവർത്തിച്ച് വരുവാണ്. അവിടെ കറക്റ്റായിട്ട് നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ സമയത്തൊക്കെ കുറച്ച് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുള്ള എക്സ്പീരിയൻസ് കാര്യം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടെല്ലാം കമ്പനിയായിട്ടുള്ള അത് അതിൻ്റെ സർവീസ് കാര്യങ്ങളും സെയിൽസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഇടപെട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഒരു 3.5 വർഷത്തോളമായി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം, ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ബ്രാൻഡാണ്. പിന്നെ ഇത് ഗ്രീവ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഇതാണ് ആംബിയർ. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നൊരു സ്ഥാപനമാണ്. 1859 തീർച്ചയായും എനിക്ക് തോന്നുന്നു 130 ഒക്കെ വർഷത്തെ ആയിട്ട് ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളും തുടക്ക സമയത്ത് ഞങ്ങളും വേറെ പല ബ്രാൻഡിലോട്ടൊക്കെ പോയായിരുന്നു. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചൈനയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ അവിടുന്ന് പാർട്സ് എടുത്ത് ഇവിടെ വന്ന് അസംബിൾ ചെയ്ത് കൊടുക്കുന്ന കുറേ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. ഒരുപാട് ബ്രാൻഡുകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇടയ്ക്ക് തുടങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് പൂട്ടി പോകുന്നു, അവിടെ നിർത്ത വണ്ടികൾക്ക് സർവീസ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങളോട്ട് വന്ന് പറയാറുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു, പക്ഷേ അപ്പോൾ അവരുടെ ഷോറൂം കാണുന്നില്ല, സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യത്തിലൊക്കെ ഞങ്ങൾ പറയുന്നതാണെങ്കിൽ ഗ്രീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 2008 മുതലാണ് അവർ 2 വീലറിൻ്റെ സെക്ഷൻ ഇവിടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ നമുക്ക് ലൈസൻസ് ഇല്ലാത്ത വണ്ടിയായിരുന്നു.
കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. പല മോഡലുകളിൽ അവരൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2016 കൂടിയാണ് അവർ ലൈസൻസ് ഉള്ള ടോപ്പ് സ്പീഡ് വണ്ടികൾ ഇറക്കി തുടങ്ങിയത്, രജിസ്ട്രേഷൻ ഉള്ള വണ്ടികളൊക്കെ ഇറക്കി തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, കൂടുതൽ പവറും കൂടുതൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പുതിയ മോഡലുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കോട്ടയംകാരോടാണെങ്കിലും കോട്ടയം ഡിസ്ട്രിക്റ്റിൽ എല്ലാവരോടും വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഓൾറെഡി 3.5 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി ഞങ്ങൾക്ക് ഡയറക്റ്റ് ഡീലർഷിപ്പ് തന്നിരിക്കുകയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയത്ത് പുതിയ ഷോറൂം ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സർവീസ് ഉടനെ തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വരുവാണ്. പിന്നെ ചങ്ങനാശ്ശേരിയിൽ എവിടെയാണ് ഷോപ്പുള്ളത്? അയ്യോ, ഞാൻ പേര് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. പേര് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താമോ? ഡിറ്റോ വർഗീസ് എന്നാണ് എൻ്റെ പേര് വരുന്നത്. നമ്മുടെ ഡീലർഷിപ്പിൻ്റെ പേര് GV ഗ്രൂപ്പ് എന്നാണ്. ചങ്ങനാശ്ശേരിയിൽ AC റോഡിലാണ്. AC റോഡിൽ നമ്മൾ പെരുന്നേന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് പോകുന്ന റോഡിൽ ഒരു 400 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ അവിടെ ഓപ്പോസിറ്റ് ഒരു വിശ്വകർമ്മയുടെ സർവീസ് സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് ടെസ്റ്റിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ ഷോറൂം. കഴിഞ്ഞ 3.5 വർഷമായിട്ട് അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സർവീസും സ്പെയറും സെയിൽസ് എല്ലാം അവിടെ തന്നെ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോട്ടയത്തെ പുതിയ ഷോപ്പിൻ്റെ ലൊക്കേഷനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാവും? കോട്ടയത്ത് നമ്മളിപ്പോൾ പുതിയ ഷോറൂം വന്നിരിക്കുന്നത് മണിപ്പുഴ ജംഗ്ഷനിലാണ്. മണിപ്പുഴ ജംഗ്ഷനിൽ ഇപ്പോൾ ഓൾറെഡി അറിയാം, ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ മണിപ്പുഴ സിഗ്നലിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ പുതിയ ലൊക്കേഷൻ വരുന്നത്. ഇവിടുന്ന് കൊല്ലാട് പുതുപ്പള്ളി റോഡ് എന്നാണ് ഈ റോഡിന് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ മെയിനായിട്ട് ഒരു ഡീലർ ആരെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ 3.5 വർഷത്തെ എക്സ്പെർട്ടൈസ് കൊണ്ടാണ് പുതിയൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോശം ബ്രാൻഡായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാൻ പറ്റില്ല, അല്ലേ? നാട്ടുകാർ തുടങ്ങാൻ സമ്മതിക്കത്തില്ല. ഞാൻ 3.5 വർഷമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനകത്തോട്ട് ഞാൻ വരത്തില്ല. കാരണം നമ്മൾ ഒരു തലവേദന എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും അതിനകത്തോട്ട് കുഴിയിലോട്ടല്ല പോകും. നമ്മൾ അതിൻ്റെ എസ്കേപ്പ് ആവാനാണ് നോക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യത്തെ കുറച്ച് നാൾ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് സ്റ്റേബിളായി വന്നു. പിന്നെ കമ്പനി അതിനുള്ള സപ്പോർട്ട് തന്നു. നമുക്ക് സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്പെയർസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് കമ്പനി തന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ മറ്റേ സ്പെയർ അറേഞ്ച് ചെയ്ത് തരിക, അതിനുള്ള ടീമിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരിക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് തന്നുകൊണ്ടാണ് നമുക്കത് പിടിച്ചെടുക്കാനും പറ്റിയത്. അതിൻ്റെ ഒപ്പം നമ്മൾ കമ്പനി വിചാരിക്കുന്ന അതേ രീതിയിൽ നമ്മൾക്കും ഇവിടെ ചെയ്യാൻ പറ്റി അല്ലേ? അപ്പം എഗെയിൻ ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമുക്ക് ഈ പ്രൈസസ് നോക്കാം. ഇപ്പോൾ ഈ 2 വാഹനങ്ങൾ പുതുതായിട്ട് വന്നു. അതിനകത്ത് ഈ പറയുന്ന മാഗ്നസ് എന്ന് പറയുന്നൊരു മോഡൽ നേരത്തെ ഉണ്ടായിരുന്നു, നമുക്ക് ഓൾറെഡി ഇല്ല അറിയുന്നത്. അതിൻ്റെ മാഗ്നസ് EX എന്നാണ് അതിൻ്റെ വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ് അവർ പുതിയ മാഗ്നസ് നിയോ എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ 2025 മോഡലായിട്ട് അവർ ഇറക്കിയിരിക്കുന്നത്. നിയോയെക്കുറിച്ച് ഒറ്റ വാക്ക് പറയാം. നിയോ എന്ന് പറഞ്ഞാൽ മാഗ്നസിനേക്കാളും നല്ല പവറുള്ള വണ്ടിയാണ്. കുറച്ചുകൂടെ ബാറ്ററി മാറ്റിയിട്ടുണ്ട്. ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി, ഫെറാഫോസ്ഫേറ്റ് ബാറ്ററി, LFP ബാറ്ററിയാണ് ഇപ്പോൾ ആക്കിയിരുന്നത്. പിന്നെ വീൽ സൈസ് കൂട്ടിയിട്ടുണ്ട്. ചാർജിങ് ടൈം കുറച്ചിട്ടുണ്ട്. പവർ കൂട്ടി, കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൂട്ടി വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ ആക്റ്റീവ പോലെയുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സ്കൂട്ടറാണ്, അവർ EV ആയിട്ട് വരുവാണ്. അപ്പം ഇതുപോലുള്ള സ്കൂട്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഈ കോമ്പറ്റീഷൻ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ നേരത്തെ ഉള്ള ബ്രാൻഡുകൾ, ഇപ്പോൾ പല ബ്രാൻഡുകളും പുതിയ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 4 വീലറിലാണെങ്കിലും വന്നിട്ടുണ്ട്, 2 വീലറിലാണെങ്കിലും പുതിയ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പണ്ട് കണ്ട് മടുത്ത കുറേ മോഡലുകൾ ഇപ്പോൾ മാറി യൂണിക്കായിട്ടുള്ള വേറെ കുറച്ച് മോഡലുകൾ വന്നിട്ടുണ്ട്. ആൾക്കാർ പുതിയതായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഉള്ള ബ്രാൻഡുകൾ അവിടെ ഉണ്ട്. കുറച്ച് പേര് അതിനകത്തോട്ട് തന്നെ പോകുമായിരിക്കാം. പക്ഷേ കുറേ ആൾക്കാർ ഇതുപോലെ പുതിയ മോഡലുകൾക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതുവരെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു മോഡൽ ഇറങ്ങിയിട്ടില്ല. ഫാമിലി EV സ്കൂട്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മോഡലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. ഒന്ന് നെക്സസ് EX എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്, നെക്സസ് ST എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. നെക്സസ് ST ആണ് നമുക്ക് ടച്ച് സ്ക്രീനും മറ്റേ ബ്ലൂടൂത്ത് ഷെയറിങ്, വൈഫൈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നെക്സസ് EX എന്ന് പറഞ്ഞിട്ടൊരു മോഡലിലേക്കും വരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂടെയാണ് നമുക്ക് മെയിനായിട്ട് അറിയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസസ് ഒന്ന് പറഞ്ഞേക്കാം. നമുക്കിപ്പം ഇത് കൂടാതെ വേറെ 2 മോഡൽസും കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട് സ്കൂട്ടേഴ്സ്. ഏതൊക്കെയാണുള്ളത്? അപ്പോൾ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസോടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മാഗ്നസ് നിയോൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുവാണെങ്കിൽ നമുക്ക് 79,900 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 90-91 അതിൽ വേരിയേഷൻ ഉണ്ടാവാം. എക്സ്ഷോറൂം പ്രൈസ് ആകുമ്പോൾ അത് ഫിക്സഡ് ആയിരിക്കും. പിന്നെ ഓൺ റോഡ് റേറ്റിൽ ചെറിയൊരു വേരിയേഷനും ഉണ്ടാവും. 100 കിലോമീറ്റർ ഓടുമോ? 100 കിലോമീറ്റർ 120 കമ്പനി പറയുന്നത്. നമുക്കൊരു 80 to 100 കിട്ടുന്നുണ്ട്. അപ്പോൾ 90 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു വാഹനം മേടിക്കാനായിട്ട് പറ്റും. അപ്പം ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ മേടിക്കാൻ പറ്റുന്ന ഒരു എൻട്രി ലെവൽ വാഹനമാണെന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മൾ യൂത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ്. നല്ല പവറുള്ള വണ്ടിയാണ്. നമ്മൾ എന്താ പറയുക, കൂടുതൽ സ്പീഡും പവറും കൂടിയ വണ്ടിയാണ്. 90 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത് മാഗ്നസ് EX മോഡലാണെങ്കിൽ നെക്സസ് EX മോഡലാണെങ്കിൽ നമുക്ക് 1,14,900 ഷോറൂം വരെ വരുന്നത്. പിന്നെ നെക്സസ് ST മോഡലാണ് നമ്മൾ 1,24,900 ഷോറൂം പ്രൈസ് വരുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ് വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി വാഹനങ്ങളാണുള്ളത്. അപ്പം ഡീലർ നിങ്ങൾ ധൈര്യമായിട്ട് മേടിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒരു തലവേദന എടുത്ത് വെക്കാൻ ആരും നിൽക്കത്തില്ല. വീണ്ടും ഒരു പുതിയ ഡീലർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഗംഭീരമായിട്ട് മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ഇതുപോലെ വീഡിയോയ്ക്ക് വേണ്ടി വാഹനം തന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ.